രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിങ്ക പ്ലാന്റ്സിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം പ്ലാന്റ്സൊക്കെ പൂവിട്ട് നിൽക്കുകയാണ്. നമ്മുടെ വിങ്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നും പൂക്കൾ കാണാൻ കിട്ടും. അപ്പോൾ അതിന് നിത്യകല്യാണി എന്ന് തന്നെ പേരുണ്ട്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലാന്റ്സ് കാറ്റഗറിയിലാണ് ഇപ്പോൾ നമ്മുടെ വിങ്ക വരുന്നത് കേട്ടോ. വിങ്കയിൽ ഗ്രൗണ്ടിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. നമ്മുടെ ഹാങ്ങിങ് വിങ്കയാണ് കൂടുതലായിട്ട് ഇഷ്ടം ഉള്ളത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സിനെയൊക്കെ, അതായത് വന്നിട്ടുള്ള ഫ്ലവേഴ്സിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ. സീഡ്സിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് വിടണ്ട കേട്ടോ. സീഡ്സ് ഉണ്ടാകുന്നത് നമ്മുടെ ഈ പൂവ് പൊഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെയാണ് സീഡ്സ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം 2 വെറൈറ്റികൾ ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫ്ലവറായി നിൽക്കുന്ന എല്ലാ വെറൈറ്റീസിനെയും കട്ട് ചെയ്ത് ഇങ്ങനെ ചെറുതാക്കി നിർത്താനാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ, രാവിലെ തന്നെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മഴ ഉണ്ടായിരുന്നതുകൊണ്ട് വെള്ളം ഒക്കെ വീണിട്ട് ഇങ്ങനെ മണ്ണും എല്ലാം ഇങ്ങനെ ചിന്നി ചിതറിയൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ മില്യൻ ബെൽസും ഒക്കെ ഇങ്ങനെ നട്ട് വച്ചിട്ടുണ്ട് കേട്ടോ. മില്യൻ ബെൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പോട്ടി മിക്സുമായിട്ട് സെറ്റ് ആയിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പൂവുണ്ടായിക്കൊണ്ടേയിരിക്കും കേട്ടോ. സെറ്റ് ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് നശിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് മില്യൻ ബെൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല കാട് പിടിച്ച കണക്ക് ഇങ്ങനെ ബുഷിയായിട്ട് താഴേക്ക് വളർന്നു വരും. അപ്പോൾ ഇതൊരു എക്സോട്ടിക് വെറൈറ്റിയുടെ വിങ്കയാണ് കേട്ടോ. ഹാങ്ങിങ് വെറൈറ്റിയാണ്, എക്സോട്ടിക്കാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഒരു വെറൈറ്റിയൊക്കെ. വിങ്ക പ്ലാന്റ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. കെയർ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് ഇങ്ങനെ താഴേക്ക് നന്നായിട്ട് പടർന്നിറങ്ങുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ വിങ്കയുടെ ഹാങ്ങിങ് വെറൈറ്റീസിൽ വരുന്ന പ്ലാന്റ്സുകളെല്ലാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ അടിയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ സ്പീഡ് കുറച്ച് ക്ലിയറായിട്ട് പറയാനുമായിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും, നമ്മൾ മാക്സിമം ശ്രമിക്കും കേട്ടോ. നമ്മൾ സാധാരണ നോർമലി സംസാരിക്കുന്നത് പോലെയാണ് വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണല്ലോ അങ്ങനെ ഒരു വാല്യുബിൾ കമൻറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അങ്ങനെ സ്ലോ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ അടുത്തൊരു വെറൈറ്റി വിങ്കയാണ് കേട്ടോ. ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് പൂക്കൾ കാണുമ്പോൾ കട്ട് ചെയ്യുന്നതിനോട് ഭയങ്കര വിഷമമുണ്ട്. എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് വിട്ടേ പറ്റൂ, എന്നാലേ നമുക്ക് പ്ലാന്റിനൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമുക്ക് പെട്ടെന്ന് പൂക്കൾ കാണണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട കേട്ടോ, അങ്ങനെ നിർത്തിയിരുന്നാൽ മതി. പ്ലാന്റിൻ്റെ ഗ്രോത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ പ്ലാന്റിനെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൂണിങ് ചെയ്ത് കൊണ്ടേയിരിക്കുക. പിന്നെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫംഗിസൈഡ് കൊടുക്കുക. എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ പ്ലാന്റിനെ ഒബ്സർവ് ചെയ്തിട്ട് ആ രോഗം വന്ന പോർഷൻസൊക്കെ റിമൂവ് ചെയ്യുക. നമ്മുടെ ലീഫും സ്റ്റെമ്മും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ വിങ്ക പ്ലാന്റ്സിനെ നമുക്ക് സേവ് ചെയ്ത് നിർത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഒരു പൂക്കാലം തരുന്നൊരു പ്ലാന്റാണ് നമ്മുടെ ഹാങ്ങിങ് വിങ്ക എങ്കിലും അതിൻ്റെ സ്റ്റെം ഇൻഫെക്ഷൻ വരുന്നതും പ്ലാന്റ്സിന് വേറെ അസുഖങ്ങൾ പടർന്ന് പിടിക്കുന്നതും ഭയങ്കര എളുപ്പത്തിൽ പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിച്ച് പ്ലാന്റ്സിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ബുഷായിട്ട് പ്ലാന്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ മിക്സഡ് സീഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഹാങ്ങിങ് വിങ്കയുടെ ആണ്. നമ്മൾ ഈ ഷോർട്സ് വീഡിയോയിലൊക്കെ കാണിക്കുന്നില്ലേ പ്ലാന്റ്സ്, അതിൻ്റെ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് മിക്സഡ് സീഡ്സിൻ്റെ സെയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മിക്സഡ് ആകുമ്പോൾ മനസ്സിലായല്ലോ, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ വെറൈറ്റി നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന വെറൈറ്റി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ആരും പരാതി പറയരുത് കേട്ടോ. മിക്സഡ് സീഡ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സൈഡിൽ വെച്ചിട്ടുള്ള കുറച്ച് വിങ്ക പ്ലാന്റ്സ് ആണ്. ഇതിനകത്തുള്ളൊരു ബർഗൻഡി ഷെയ്ഡാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. വിങ്കയെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ആ കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കുമേ.